ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ 2025 ക്രിസ്മസ് സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ക്രിസ്മസ് സീരീസിലെ എന്നത്തെയും പോലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ 2 ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഡിസംബർ മാസം സ്പെഷ്യലായിട്ടുള്ള പ്ലാനർ വരയ്ക്കുക. നമ്മുടെ തീം കാണുന്ന പോലെ തന്നെ ക്രിസ്മസ് ആണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് ക്രിസ്മസ് വരുന്ന ഈ ഒരു ഡിസംബർ മാസം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാസം കൂടിയിട്ടാണ്. കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് അടുത്ത ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കുന്നത് ഈ ഒരു ഡിസംബർ മാസം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ഡിസംബർ ആയൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. സാധാരണത്തെക്കാട്ടും വേഗം തന്നെ ഇങ്ങനെ തണുപ്പായൊരു ഫീൽ എനിക്ക് തോന്നാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസംബർ മാസത്തെ പ്ലാനറിൻ്റെ ആദ്യത്തെ പേജ്, നമ്മൾ പേരെപ്പോഴും പറയുന്ന പോലെ തന്നെ കവർ പേജ് ഇതാണ്. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ മാസത്തിൻ്റെ പേര് സെൻട്രലായിട്ട് എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്താണോ അതുമായി റിലേറ്റഡ് ആയ പിക്ചേഴ്സ് വരയ്ക്കുക. അപ്പോൾ ക്രിസ്മസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന കാരണം ക്രിസ്മസുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സാണ് വരയ്ക്കുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വേറെയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ 3 വർഷത്തോളമായി ഇതുപോലെ പ്ലാനർ വരയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കുറേ ഡിസൈൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ പേര് കമൻസിൽ പറയുന്നുണ്ടെങ്കിലും അത് വീണ്ടും വരയ്ക്കാത്തതിൻ്റെ റീസൺ ഒരു തവണ വരച്ചതല്ലേ, അതുകൊണ്ടാണ്. ക്രിസ്മസ് ഒക്കെയാണ് ഞാൻ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുള്ളൂ, ബാക്കിയെല്ലാം പുതിയതാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ചിലർ ചോദിച്ചിരുന്നു എന്ത് പുസ്തകമാണ് ഇതിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണേന്നിട്ടോ. അപ്പോൾ സാധാരണ വൈറ്റ് പേജുള്ളൊരു പുസ്തകം എടുത്താലും മതി, അല്ലെങ്കിൽ അതിനുള്ള പേജായാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തകം വാങ്ങാം. ഇത് A5 അളവിൽ വരുന്ന കട്ടിയുള്ള പേജുള്ള ബുക്കാണ്. ഇതിൽ ചെറിയ ഡോട്ട്സും ഉണ്ട്. അതുകൊണ്ട് പടമൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഇതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. അതിന് പകരമായിട്ട് ഞാൻ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പേനകളാണ്. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ലെക്സറിൻ്റെ CD മാർക്കർ. അത് പെർമനൻറ്റ് മാർക്കറാണ്, വളരെ കനം കുറഞ്ഞ നിബ്ബാണ് അതിൻ്റെ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെക്സറിൻ്റെ ലിക്വിഡ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെന്നാണ്. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്നും എന്താണ് ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ സാധാരണ പെൻസിൽ വെച്ചിട്ട് ഫുൾ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് പെൻ ഉപയോഗിച്ച് മുകളിൽ ഇങ്ങനെ വരയ്ക്കുന്നത്. പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ച ഒരു പടത്തിൻ്റെ മുകളിൽ കൂടെ സാധാരണ ബോൾ പെൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ തെളിച്ചം വരില്ല, ഇങ്ങനെ വിട്ട് പോകുന്ന പോലെ വരും. അപ്പോൾ അതിന് പകരം അത് നല്ല ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ജെൽ പെൻ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു CD മാർക്കറാണ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സ്കെച്ച് പെൻ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം, പക്ഷേ അതിൻ്റെ നിബ്ബ് ഭയങ്കര കട്ടിയായതുകൊണ്ട് പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കനം കുറഞ്ഞ നിബ്ബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CD മാർക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് ഈ രണ്ടാമത് കാണിച്ച ആ ഒരു പെന്നുണ്ടോ ലിക്വിഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ലെക്സറിൻ്റെ തന്നെ ആ ഒരു പെന്ന് സാധാരണ ബോൾ പെൻ പോലെ തന്നെയാണ്, 10 രൂപയെ വിലയും വരുന്നുള്ളൂ. എന്നാലും അതിൻ്റെ നമ്മൾ പെൻസിൽ വെച്ച് എഴുതിയതിൻ്റെ മുകളിൽ കൂടെ ആ പേന വെച്ച് എഴുതിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ആ CD മാർക്കർ വെച്ച് ഉപയോഗിക്കുന്നില്ല, ഈ ഒരു പെൻ വെച്ചിട്ടാണ് ഫുള്ളായിട്ടും വരയ്ക്കുന്നത്. കാരണം നമുക്ക് വിലയും കുറവാണ്, അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് വരയ്ക്കാനും പറ്റുന്നുണ്ട്. പിന്നെ CD മാർക്കറിൻ്റെയും അതുപോലെ ജെൽ പെന്നോണ്ടൊക്കെ എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് എഴുതാനായിട്ട് പറ്റും. നമുക്ക് കൈ അങ്ങനെ പെട്ടെന്ന് കഴക്കില്ല. പക്ഷേ ബോൾ പെൻ വെച്ചിട്ട് ഇങ്ങനത്തെയൊക്കെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ കഴക്കുന്ന ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. എന്നാൽ പോലും നമ്മൾ അത്രയധികം ഒന്നും വരയ്ക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്, നല്ല ബ്ലാക്ക് കളറ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കളറിങ്ങിന് യൂസ് ചെയ്യുന്നത് എപ്പോഴും ക്രയോൺസ് ആണ്. കാരണം ഈ പേജിലൊക്കെ സ്കെച്ച് ഉപയോഗിച്ച് കളർ ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ സ്പ്രെഡായിട്ട് എനിക്കത് അത്ര ഇഷ്ടമില്ല, വൃത്തികേടായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ക്രയോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രയോൺസ് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ നല്ല ഫൈനായിട്ട് നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ക്രയോൺസ് വെച്ച് കരവരെ വരച്ച പോലത്തെ ഒരു ഫീല് ഞാൻ വരയ്ക്കുമ്പോൾ വരാറുണ്ട്. മേ ബി ഞാൻ കളർ ചെയ്യണതിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അത്ര അധികമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തിരി ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ഡിസംബർ മാസത്തെ കലണ്ടർ ഇനി വരച്ചു കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ പേജിലാണ് ഞാൻ അത് വരയ്ക്കുന്നത്. നമുക്കിതിനിങ്ങനെ ഓർഡർ എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് എസ്തെറ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ടും ഭംഗിയായിട്ട് ചെയ്യണവർക്ക്, അതായത് കളേഴ്സ് അധികം യൂസ് ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് നമ്മൾ ബ്ലാക്കും ബ്രൗൺ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും കളർഫുള്ളാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറേ കളേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം വളരെ സിമ്പിളായിട്ട്. കലണ്ടറിൽ നമ്മൾ കലണ്ടർ വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഇമ്പോർട്ടൻറ്റ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ ഡേറ്റുകളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ടതായിട്ട് എഴുതേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കാം, ഇല്ലെങ്കിൽ ഡേറ്റിൻ്റെ അടുത്ത് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു പേജിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്, കുറച്ച് സ്പേസ് എടുത്തിട്ടുള്ളൂ. 2 പേജിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വലുതാക്കിയിട്ട് കലണ്ടർ എഴുതണമെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക.
കുറേ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് ചെറുതാക്കി ട്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഒരു മാസം ഉപയോഗിച്ച് നോക്കി സെറ്റായി കഴിഞ്ഞാൽ അടുത്ത മാസം ഇതുപോലെ കൂടുതൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ നമ്മൾ പെൻ ഉപയോഗിച്ച് മുഴുവൻ ഔട്ട്ലൈൻ ചെയ്തിട്ട് അതെല്ലാം മാച്ച് കഴിയാണ് പെൻസിലിൽ എന്ത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മുഴുവൻ മാച്ച് കളഞ്ഞ് പിന്നെ ഫുള്ളായിട്ടും ക്രയോൺസ് ഉപയോഗിച്ച് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഫസ്റ്റത്തെ 2 പേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ 2 പേജാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നൊരു പേജ്. ഇനിയുള്ള പേജുകൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് വരയ്ക്കുന്നുള്ളൂ. അടുത്ത പേജിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ താങ്ക് യു അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 1-ാം തീയതി നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ള നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. എത്ര ബാഡ് ഡേ ആണെന്ന് പറഞ്ഞാൽ എത്ര മോശം ദിവസമായാലും ഒരു കാര്യങ്ങളും ദൈവത്തോട് നന്ദി പറയാനുണ്ടായിരിക്കും. ആ ഒരു ചെറിയ കാര്യം നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ളത് എഴുതി കൊടുക്കുക. അങ്ങനെ 30 അല്ലെങ്കിൽ 31 ദിവസത്തെയും ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും എഴുതി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ആ മാസത്തിൻ്റെ ലാസ്റ്റ് അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായിരിക്കും കാണുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മളത് വരച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കളർ ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയ പുതിയ പേജസ് നമുക്ക് വഴി ഇതുപോലെ ആഡ് ചെയ്യാം. ഇതിൽ ഇനിയും വേറെ പേജസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു പേജാണ് ഹാബിറ്റ് ട്രാക്കർ. ഹാബിറ്റ് ട്രാക്കർ എന്ന് വെച്ചാൽ നമുക്ക് പുതിയ എന്തെങ്കിലും ശീലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം ഒരു 2, 3, 4 അതിൽ കൂടുതൽ വേണ്ട. കാരണം കുറേ എഴുതി വെച്ചാൽ നമ്മൾ അതൊന്നും ഫോളോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന നമുക്ക് നല്ല ധൈര്യമുള്ള ഒരു 3-4 കാര്യങ്ങൾ നമ്മളിതുപോലെ എഴുതി കൊടുത്ത് ഓരോ ദിവസവും കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേഗം ഉറങ്ങണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പേജ് പുസ്തകത്തിൽ എന്തെങ്കിലും വായിക്കണം അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് നമ്മൾ എഴുതി കൊടുത്തിട്ട് നമ്മൾ ഡേറ്റ്സ് എഴുതിയിട്ട് ഓരോ ദിവസം ചെയ്യുന്ന അനുസരിച്ച് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ പേജുകളുണ്ട്. ചിലർ സ്ലീപ്പ് ട്രാക്കർ, അതായത് എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. എല്ലാം വരച്ചു കഴിഞ്ഞപ്പോഴാണ് കളർ ചെയ്യാനായിട്ട് കുറച്ച് 1-2 പടങ്ങൾ അവിടെ ബാക്കിയിട്ടെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതൊക്കെ കളർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത പേജാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേജാണ് കേട്ടോ. ഇതാണ് ഡൂഡിൽ എ ഡേ ചാലഞ്ച്. ഡൂഡിൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഇമേജസ് ഇപ്പോൾ വരച്ചില്ലേ നമ്മൾ എഴുതിയതിൻ്റെ ചുറ്റുമൊക്കെ, അതിന് പറയുന്ന പേരാണ് ഡൂഡിൽസ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം അതായത് 1-ാം തീയതി മുതൽ 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസത്തെ ചെറിയ ചെറിയ ബോക്സസ് വരച്ചിട്ട് ഓരോ പിക്ചേഴ്സ് വരയ്ക്കാനുള്ളതുണ്ട് നമ്മളിങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത് കാൻഡിൽ എന്നാണ്. അപ്പോൾ ഒരു കാൻഡിലിൻ്റെ പടം നമ്മൾ 1-ാം തീയതി വരയ്ക്കണം. 2-ാം തീയതി ബെല്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബെല്ലിൻ്റെ പടം നമ്മൾ വരയ്ക്കണം. 3-ാം തീയതി നമ്മൾ റെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് റെഡ് കളറിൽ എന്തെങ്കിലും വരച്ചാൽ മതി. 4-ാം തീയതി നമ്മൾ കപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മഗ്, അതെന്തെങ്കിലും വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വരയ്ക്കാനായിട്ട് കുറേ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഐഡിയാസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസവും നമുക്കിങ്ങനെ ആ ബോക്സിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു പേജല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പേജാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പേജും കൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ വരച്ച് അടയാളപ്പെടുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പടങ്ങൾ കൂടി വരയ്ക്കണം, എന്നാലാണ് ആ പേജ് കുറച്ചുകൂടി ഭംഗിയാവുക. ഇനി അടുത്തൊരു ക്യൂട്ട് പേജിലോട്ട് നമുക്ക് പോകാം. ഈ ഒരു പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ. നമ്മുടെ മനസ്സിലുള്ള ഓരോ ദിവസത്തെയും ഫീലിങ്സ് മാർക്ക് ചെയ്യാനുള്ള ഒരു പേജ്. അപ്പോൾ ചില ദിവസം നമുക്ക് സന്തോഷമായിരിക്കും, ചില ദിവസം നമുക്ക് സങ്കടമായിരിക്കും, ദേഷ്യമായിരിക്കും, ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ തീം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, ആ ചെറിയ ചെറിയ ബോൾസ്, അതാണ് വരച്ചു കൊടുക്കണം. അത് നമ്മൾ 31 എണ്ണം വരച്ചു കൊടുക്കണം. എല്ലാത്തിലും അതായത് ദിവസത്തെ തീയതി എഴുതാൻ 1, 2, 3 അങ്ങനെ എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൈൻഡിലെ ഓരോ ദിവസത്തെ ഫീലിങ്സ്, അതായത് ഇതൊരു ബെസ്റ്റ് ഡേ ആയിരുന്നു അന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു കളർ കോഡ് തീരുമാനിക്കുക. അപ്പോൾ ബെസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ റെഡ് കളറാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ 1-ാം തീയതി ബെസ്റ്റ് ഡേ ആയിരുന്നെങ്കിൽ നമ്മൾ റെഡ് കളർ അടിച്ചു കൊടുക്കണം. ഇനി 1-ാം തീയതി ഹാപ്പി ഡേ ആയിരുന്നെങ്കിൽ അതിന് ഗ്രീൻ കളറാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. ഇനി 1-ാം തീയതി സാഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നെങ്കിൽ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുക. ആംഗ്രി ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ യെല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഫീലിങ്സ് എഴുതാം, ഇഷ്ടമുള്ള കളേഴ്സും കൊടുക്കാം. ഞാനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കളർ കോഡ് ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് മാർക്ക് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ കുറേ കളർഫുൾ ആയിട്ടുള്ള ഒരു പേജസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പേജിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മളിത് ഫുൾ വരച്ചു, ഇപ്പോൾ കളർ ചെയ്തിട്ടില്ല, കാരണം നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന അനുസരിച്ച് കളർ ചെയ്ത് പോവാം. ഇനി നമ്മുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള പേജാണ് ടു ഡു ലിസ്റ്റ്. അതായത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു പേജ്. അതായത് ഡയറിയിലൊക്കെ നമ്മൾ എഴുതുന്ന പോലെ തന്നെ, സ്കൂൾ ഡയറിയിലൊക്കെ നമ്മൾ എഴുതില്ല എന്നത്തെ ഹോംവർക്കൊക്കെ, അതേപോലെ തന്നെ ഒരു പേജ് നമ്മൾ 6 സെക്ഷനായിട്ട് തിരിച്ച് ദിവസവും തീയതിയൊക്കെ എഴുതി
അന്നത്തെ കാര്യങ്ങൾ എഴുതി വെക്കാനുള്ളൊരു പേജ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ദിവസവും തീയതി എഴുതിയാൽ മതി. ഇല്ല നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസവും തീയതി ഒന്നും എഴുതണ്ട, ബോക്സ് വരച്ചിടുക, എഴുതണ ദിവസം മാത്രം ആ ദിവസവും തീയതി എഴുതുക. അല്ലെങ്കിൽ വെറുതെ ആ സെക്ഷൻ വേസ്റ്റ് ആയി പോകും. അത് പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഓരോ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും പിക്ചർ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ അങ്ങനെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വരച്ച് കളറൊക്കെ ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ പ്ലാനറിൻ്റെ ഫൈനൽ പേജും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫസ്റ്റത്തെ പേജ് മാത്രമാണ് നമ്മൾ കുറേ പിക്ചർ വരയ്ക്കണേ. ലാസ്റ്റ് പേജ് ആകുമ്പോഴേക്കും നമ്മൾ വളരെ കുറച്ച് പിക്ചേഴ്സാണ് വരയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ 12-ാം തീയതി വരെയുള്ളത് വരച്ചിട്ടുള്ളൂ. എല്ലാ ദിവസത്തെയും പേജസ് നമ്മൾ കൂടുതൽ വരയ്ക്കണം കേട്ടോ. ഇത്രയും വരെയാണ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാനർ ഈ മാസത്തെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നമുക്കിനി ഇത് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് പ്ലാനർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ക്രിസ്മസ് വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.